കാര്യങ്ങളൊന്നുമില്ല. അടക്കല്ല, അത് പിന്നെ അടക്കാനൊന്നും പിന്നെ ചെയ്യാനായിട്ടേ ഞാൻ അറിവും പൂരോടും ഉള്ളവരൊക്കെ പിന്നെ ഉണ്ടല്ലോ ഇയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഴയ കക്ഷികളൊക്കെ ഇല്ലേ നേരത്തെ കൊണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പൊ ഹിന്ദുക്കളോ അങ്ങനെ ഇപ്പൊ പുതിയൊരു ഏർപ്പാടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കയറിയാലോ? ഈ എന്റെ പൊന്നച്ചാ പോകണ്ട, ഇപ്പൊ തന്നെ 33 കോടി ദൈവങ്ങളാണ്. അതുകൊണ്ട് ഇയാളോട് ചെന്ന് കയറി കൊടുത്താൽ ഇരിക്കാനൊരു കുറഞ്ഞ പോലും കിട്ടുക. ഇരിക്കുന്ന അവിടെ തന്നെ കയറി ഇരുന്നു, അതായിരിക്കും നല്ലത്. അല്ലാതെ വേറെ കാര്യമില്ല. ഞാൻ സമ്മതിച്ചെന്നേ, അത് ഞാൻ ചാടിക്കറി ഒരു തീരുമാനം എടുത്ത് പറഞ്ഞാൽ തട്ടുകട എനിക്ക് കിട്ടും. നിങ്ങളെ നാട്ടുകാർ കാണുകയല്ല, ഞാൻ അറിവും വിവരമുള്ളവരുണ്ട്, അവരോട് ചോദിച്ചിട്ട് വരട്ടെ. ചോദിച്ചിട്ട് വരാം. അപ്പോഴേ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കേട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം ആരെങ്കിലും കയ്യിലുണ്ടോ? എഴുതി പിടിപ്പിക്കാം. എന്തായാലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. സാറിന്റെ ബുദ്ധിയിൽ എന്നെ കണ്ടപ്പോ എനിക്ക് ചെറുതായിട്ടൊരു പിടിവിട്ട് വരുന്നുണ്ട്. വേറെ അത് പറയാം. കിട്ടിയില്ല, നോക്കട്ടെ വല്ലവരും ഉണ്ടോന്ന്. അത് കവറാണോ ഇട്ടിരിക്കുന്നത്? മാർഗമുണ്ടോ? രണ്ട് ചിന്തനം എന്റെ മനത്തോട് വരുന്നു. ഒന്നും മതം, മറ്റേത് രാഷ്ട്രീയം. ഒന്ന് നോക്കുന്നു. അല്ല നല്ല കേസാണ്. സത്യവും നീതി നേരും മര്യാദ ഒന്നും ഇല്ലടാവേ. അങ്ങനൊന്നും പറയല്ലേ, അങ്ങനെ മൊത്തം പറയരുത്. ഒരു തേങ്ങയിലുണ്ടാകുന്ന എല്ലാ തേങ്ങയും മണ്ടരി അല്ലല്ലോ, ചിലതൊക്കെ നല്ലതുണ്ട്. ആ നല്ലതിലൊന്ന് അതേ നിലത്ത് വന്ന് കുത്തിയിരിക്കുന്നത്. അതിനിടെ പലതും ഉണ്ട്, നമ്മളൊന്ന് തപ്പിയെടുത്താ മതി. ഒക്കെ ഉണ്ട്. വേണ്ട. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഞാൻ മാറിയൊന്നും മറിച്ചിടും. ദൈവത്തെ അങ്ങ് മറിച്ചിടാവും. രണ്ട് കൈയും പിടിച്ചാൽ കിടന്നോണം. പിന്നെ വെച്ചടി അങ്ങോട്ട് കേറ്റമായിരിക്കുന്നേ ആണ്. എന്നെ തള്ളി മറിച്ചെടുത്തോണ്ട് നിനക്ക് എന്റെ കാര്യം സാധിക്കാനാ? അല്ല, അപ്പൊ അത് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ലേ? അതായത് ദൈവങ്ങളുടെ